ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. മത്തി സ്പെഷ്യലായിട്ടൊന്ന് വറക്കാം നമുക്ക്. അപ്പോൾ അതിനാവശ്യമായിട്ട് കൊച്ചുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് പൊടി ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കല്ലാതെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി എടുത്ത് നല്ലതുപോലെ ഇടികല്ല് വെച്ച് ചതച്ചെടുക്കുക. സ്പെഷ്യൽ മത്തി ഫ്രൈയുടെ എല്ലാ റെസിപ്പികളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു തവ എടുത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇടിച്ചു വെച്ച കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചൊരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. നമ്മൾ സാധാരണ മത്തി ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണ്, മത്തിയിൽ മസാല തേച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമല്ലേ. ഇത് വെറൈറ്റി മത്തി സ്പെഷ്യൽ ഫ്രൈ ആണേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അല്പം പിഴിപുളി എടുത്ത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് ഈ മസാലയ്ക്കകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയുണ്ടല്ലോ, പരിഞ്ഞിലോട് കൂടിയുള്ള നല്ല ഉരുണ്ട മത്തിയാണ്. ആ മത്തിക്കുട്ടന്മാരെ ഈ നമ്മുടെ മസാലയിലേക്ക് പറക്കി വെക്കുക. മത്തിയെല്ലാം പറക്കി നിരത്തി കഴിഞ്ഞിട്ട് മസാല ഈ മത്തിയുടെ പുറത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മത്തിയുടെ പിൻഭാഗം പുറഭാഗത്ത് നല്ലതുപോലെ മസാല പുരട്ടി കൊടുക്കുക. നല്ലതുപോലെ പുരട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്താ മണം! ആ മസാലയിൽ കിടന്ന് മത്തി ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ പുറത്തുകൂടെ കറിവേപ്പില ഇടുക. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും അതുപോലെ ചെയ്തു തരണം. സപ്പോർട്ടും വേണം നിങ്ങളുടെ എല്ലാവരുടെയും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മത്തി ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ ഗായ്സ്.